ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ടു ടേൽസ് ഓഫ് നജു. ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കായിട്ടുള്ള മുട്ട ബജിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ഒരു കോട്ടിംഗ് മിക്സ് ഉണ്ടാക്കിയെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അല്പമായിട്ട് ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം തിക്കായിട്ടുള്ള ബാറ്ററാണ് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ കിട്ടാനായിട്ട്. അധികം ടൈറ്റ് ആവാനും അധികം ലൂസ് ആവാനും പാടില്ല. പിന്നെ ഇതിലേക്ക് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് പുഴുങ്ങിയെടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു സവാളയും ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ സവാള ഇട്ട് കൊടുത്ത ശേഷം അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നാൽ പെട്ടെന്ന് സവാള വഴറ്റി കിട്ടും. പിന്നെ ഈ ഒരു ഫില്ലിങ് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇത് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ പച്ചമുളക് ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതാ പച്ചമുളകൊക്കെ വെന്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫില്ലിങ്ങിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചപ്പ് പുതിന ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ മുട്ട പുഴുങ്ങിയത് 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലെ യെല്ലോ പാർട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ യെല്ലോ പാർട്ട് എടുത്തിട്ട് ഈ ഒരു മിക്സിലേക്ക് നന്നായിട്ട് ഉടച്ച് കൊടുക്കുക. മുട്ട ബജിക്ക് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഫില്ലിങ് ഇത് തന്നെയാണ്. അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മുട്ടയുടെ ഈ ഒരു ഒഴിഞ്ഞ ഗ്യാപ്പിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതിന് വേണ്ടി കൈ വെച്ചിട്ട് ഒന്ന് ബോളാക്കി എടുക്കുക. എന്നിട്ട് ഈ ഗ്യാപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഫില്ലാക്കി കൊടുക്കുക. അങ്ങനെ 2 മുട്ടയും ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കോട്ടിംഗ് മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതാ കോട്ടിംഗ് മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കുക. മുട്ട ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മുട്ടയുടെ മസാലയുള്ള ഭാഗം താഴ്ഭാഗത്തേക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു വശം ബ്രൗൺ കളർ ആവുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ബാക്കിയുള്ളത് കൂടെ ഇതുപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള മുട്ട ബജിയാണ്. ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ്. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും.